ഡിയർ സ്റ്റുഡൻസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 3 ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നിട്ട് റെക്റ്റാങ്കുലർ വെസലിൻ്റെ കപ്പാസിറ്റിയാണ് ഫൈൻഡ് ചെയ്യണത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത്ത് 80 സെൻറ്റിമീറ്റേഴ്സ്, വിഡ്ത്ത് അതുപോലെ 20 സെൻറ്റിമീറ്റേഴ്സ്, ഹൈറ്റ് 25 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? So capacity of the vessel is equal to 80 into 20 into 25. So the answer will be 40,000 cubic centimeter. So നമുക്കറിയാം 40,000 cubic centimeter എന്ന് പറയുന്നത് 40 ലിറ്ററിന് സമമാണ് അല്ലേ? എന്താ കാരണം? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്കറിയാം 1 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 2000 ക്യൂബിക് സെൻറ്റിമീറ്റർ 2 ലിറ്റർ. സോ 40,000 ക്യൂബിക് സെൻറ്റിമീറ്റർ വിൽ ബി 40 ലിറ്റേഴ്സ് അല്ലേ? നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ വോള്യൂം ഓഫ് ദ ക്യൂബ്? നമുക്കറിയാം ക്യൂബ് ഈസ് ഓഫ് സൈഡ് 20 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ? അപ്പോൾ ദ വോള്യൂം ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ ടു വാട്ട്? സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്. സോ 20 ഇൻറ്റു 20 ഇൻറ്റു 20 ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ 8000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് വിൽ ബി ഇറ്റ്സ് വോള്യൂം. അപ്പോൾ ടീച്ചർ ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. സോ 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ ഈസ് ദ വോള്യൂം ഓഫ് ദ ക്യൂബ്. നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് സി ക്വസ്റ്റ്യൻ 4 ഫൈൻഡ് ദ റൈസ് ഇൻ വാട്ടർ ലെവൽ ഇൻ സെൻറ്റിമീറ്റേഴ്സ് വെൻ ദ ക്യൂബ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ നമ്മൾ ക്യൂബ് ഇടുമ്പോൾ എത്ര വെള്ളം പൊന്തി, എത്ര വാട്ടർ ലെവൽ റൈസ് ആയി എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ റൈസ് ഇൻ വാട്ടർ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈറ്റാണ്. ഇനി എത്ര വെള്ളമാണ് ഡിസ്പ്ലേസ് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വോള്യൂം ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ 8000 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ റൈസാണ് ചോദിക്കുന്നത്, പറഞ്ഞാൽ ഹൈറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റൈസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ വോള്യൂം ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ ബൈ ബേസ് ഏരിയ. ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം റെക്റ്റാങ്കിൾ ആയിരിക്കും അല്ലേ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 20 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്കറിയാം സെൻറ്റിമീറ്റർ സ്ക്വയർ 1600 സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് വെള്ളം റൈസ് ആയതെന്ന് അറിയാം. സോ ആൻസർ വിൽ ബി 5 സെൻറ്റിമീറ്റർ. അതായത് 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 1600 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് വിൽ ബി 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4th ഡി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം അത് കറക്റ്റായിട്ട് തീരുമാനിക്കാൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ വോള്യൂം ഫൈൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡബിൾ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വോള്യൂമിൻ്റെ ഉത്തരം ഡബിൾ ആയിരിക്കും. അത് മനസ്സിലാവണ്ട. ഇനിയിപ്പോൾ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും 3 എണ്ണം നമ്മൾ ഡബിൾ ചെയ്യുകയാണെങ്കിൽ ആൻസർ ഓട്ടോമാറ്റിക്കലി വോള്യൂം 8 ടൈംസ് ഇൻക്രീസ് ആവും. 8 ഇരട്ടി ഇൻക്രീസ് ആവും. അതാണ് അവർ പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളിൽ ടീച്ചർ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് വോള്യൂം കണ്ടുപിടിക്കുകയാണ് നമ്മൾ. ലെങ്ത്ത് 3, വിഡ്ത്ത് 2, ഹൈറ്റ് 1 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വോള്യൂം 6 ആണ്. ഇതിൽ ഒരെണ്ണം മാത്രം ഞാൻ ഡബിളാക്കി എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് മാത്രം ഞാൻ ഡബിളാക്കി, 3 എന്നുള്ളത് 6 ആക്കി. അപ്പം എൻ്റെ ഉത്തരം നോക്കിയേ വോള്യൂം 12 ആണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ഡബിളാക്കിയാൽ വോള്യൂമും ഡബിളാവും അല്ലെങ്കിൽ ട്വൈസ് ആവും. അടുത്തത് രണ്ടാമത്തെ നോക്കിയേ, ടീച്ചർ ലെങ്ത്ത് ഡബിൾ ആക്കിയിട്ടുണ്ട്, 6 ആക്കിയിട്ടുണ്ട്. അതുപോലെ വിഡ്ത്ത് ഡബിൾ ആക്കിയിട്ടുണ്ട്, 4 ആക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി വോള്യൂം ഫൈൻഡ് ചെയ്യുമ്പോൾ എന്തായി? 6 എന്നുള്ളത് 24 ആയി. എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മെഷർമെൻറ്റ്സ് ലെങ്ത്തും വിഡ്ത്തും അഥവാ വിഡ്ത്തും ഹൈറ്റും അഥവാ ലെങ്ത്തും ഹൈറ്റും, അപ്പോൾ 2 മെഷർമെൻറ്റ്സ് നമ്മൾ ഡബിൾ ആക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വോള്യൂമിൻ്റെ മാറ്റം നോക്കിയാൽ 6 എന്നുള്ളതിന് 24 ആയി. എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ഇരട്ടിക്കും, ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ മൂന്നാമത്തെ നോക്കിയേ, ലെങ്ത്തും ഡബിളാക്കി, വിഡ്ത്തും ഡബിളാക്കി, ഹൈറ്റും ഡബിളാക്കി. അപ്പോൾ ആൻസർ 48. എന്ന് പറഞ്ഞാൽ 8 ഇരട്ടി എന്ത് കൂടും? വോള്യൂം. 6 എന്നുള്ളതിന് നമുക്ക് 48 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ടീച്ചർ ആദ്യം പറഞ്ഞത്. ലെങ്ത്തോ വിഡ്ത്തോ ഹൈറ്റോ ഏതെങ്കിലും ഒരെണ്ണം ഡബിൾ ആവുകയാണെങ്കിൽ വോള്യൂം ഡബിൾ ആവും. ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും 3 മെഷർമെൻറ്റ്സും ഡബിൾ ആവുകയാണെങ്കിൽ വോള്യൂം ഇൻക്രീസ് ആവുന്നത് 8 ഇരട്ടിയാണ്, 8 ടൈംസ്. ഓക്കെ. ഇനി ഏതെങ്കിലും 2 എണ്ണം ഡബിൾ ആവുകയാണെങ്കിൽ ലെങ്ത്ത് വിഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഹൈറ്റ് അഥവാ ലെങ്ത്ത് ഹൈറ്റ് ഏതെങ്കിലും 2 ഐറ്റംസ് 2 മെഷർമെൻറ്റ്സ് ഡബിൾ ആവുകയാണെങ്കിൽ വോള്യൂം ഡബിൾ ആവല്ല ചെയ്യുക,
വോള്യൂം 4 ടൈംസ് ഇൻക്രീസ് ആവും, 4 ഇരട്ടി ഇൻക്രീസ് ആവും. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് പഠിച്ചതിന് ശേഷം വേണം ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിക്കണം നോക്കിയാൽ, ലെങ്ത്ത് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ വോള്യൂം 4 ടൈംസ് ഇൻക്രീസ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല. ഏതെങ്കിലും ഒന്ന് ഡബിൾ ആവുകയാണെങ്കിൽ വോള്യൂം 2 ടൈംസ്, അതായത് ഡബിൾ ആവുള്ള വോള്യൂം 4 ടൈംസ് വലുതാവില്ല. അപ്പോൾ ഓപ്ഷൻ 1 തെറ്റാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ, വിത്ത് 4 ടൈംസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ വോള്യൂം ഡബിൾ ആവുമെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഏതെങ്കിലും ഒരെണ്ണം ലെങ്ത്തോ വിത്തോ ഹൈറ്റോ 4 ടൈംസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ വോള്യൂം ഡബിൾ ആവല്ല ചെയ്യുക, വോള്യൂമും 4 ടൈംസ് ഇൻക്രീസ് ആവുക ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ 2 തെറ്റാണ്. ഇനി ഓപ്ഷൻ 3യും ഓപ്ഷൻ 4ഉം ചെക്ക് ചെയ്താൽ ശരിയാണ്. അതായത് 4 ടൈംസ് വോള്യൂം ഇൻക്രീസ് ആവും, അതിൽ ഏതെങ്കിലും 2 എണ്ണം ഡബിൾ ആവുകയാണെങ്കിൽ ശരിയാണ്. അതുപോലെ തന്നെ ഫോർത്ത് ഇത് നോക്കിയേ, ഓപ്ഷനല്ല സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, അതായത് ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് അല്ലേ, 3 മെഷർമെൻറ്റ്സും ഡബിൾ ആവുകയാണെങ്കിൽ വോള്യൂം എന്താവും? വോള്യൂം ഓട്ടോമാറ്റിക്കലി 8 ടൈംസ് ഇൻക്രീസ് ആവും. അതാണ് ആദ്യം ടീച്ചർ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് 3 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 4 ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ